നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. വീണ്ടും ഒരു മാജിക് നമ്പരുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ആഗ്രഹ സാഫല്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് 3-5 കാര്യം ഞാൻ പറഞ്ഞു. 5 ദിവസം 55 പ്രാവശ്യം മുടങ്ങാതെ ഒരേ സമയത്ത് ഒരേ കാര്യം എഴുതിയാൽ തീർച്ചയായും ആ കാര്യത്തിന് ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ഫലമുണ്ടായി എന്ന് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ മറുപടി പറഞ്ഞു. ഇപ്പോഴും ഞാൻ ആ മെത്തേഡ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പല ആവശ്യങ്ങളും എനിക്ക് അത് സാധിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഇന്നലെ തുടങ്ങി നവംബർ 30, ഡിസംബർ 1 അങ്ങനെ 4 തീയതി വരെയുള്ളൊരു കാര്യം ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ ആ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിഭവങ്ങളും ഇല്ല, പരാതികളുമില്ല. എപ്പോഴും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തെയും വിശ്വസിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. നമ്മുടെ മാനിഫെസ്റ്റേഷന്, നമ്മുടെ വിശ്വാസത്തിന് ഒരു അതീവ ശക്തിയാണ്. എന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. അതിന് ഈ പ്രപഞ്ചം എൻ്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ 3, 6, 9 എളുപ്പമാണ്. 3ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 6, 6ൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ 9, 3 + 3 6, 3 × 3 9 അങ്ങനെ എടുക്കാം. എന്താണ് 3ൻ്റെ പ്രാധാന്യം എന്താണ്? കുറേ സംഖ്യകളുണ്ട്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളും പിന്നെ അങ്ങോട്ട് തുടർന്ന് ഒരുപാട് അനന്തമായ സംഖ്യകളുണ്ട്. എന്താണ് 3 എന്ന സംഖ്യയുടെ പ്രാധാന്യം? നമുക്കറിയാം. ഏറ്റവും പ്രധാനം സൃഷ്ടിസ്ഥിതി സംഹാരക മൂർത്തികളായ ത്രിമൂർത്തികൾ, മഹാദേവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ്. അപ്പം മൂർത്തികൾ 3. ത്രികോണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അധ്യാപകൻ, രക്ഷിതാവ്, കുട്ടി. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളിലും നമ്മൾ കാണുന്നത് അധ്യാപകൻ, കുട്ടി, രക്ഷിതാവ്. കാരണം ഇത് 3 പേരും ഒരേപോലെ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു കുട്ടി ഏറ്റവും നല്ല നിലയിൽ പഠനം പൂർത്തീകരിച്ചിറങ്ങുന്നത്. ആ 3 തന്നെ വീണ്ടും ഒന്നും കൂടി എടുക്കുകയാണെങ്കിൽ ഗുരുവും ശിഷ്യനും രക്ഷിതാവും അങ്ങനെയും എടുക്കാം. പിന്നെയോ 3 ത്രിമൂർത്തികളെ പോലെ തന്നെ ത്രിദേവിമാരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മി ദേവി നമുക്ക് ആവശ്യമായ സമ്പത്ത് തരുന്നു. ഇതൊരു വിശ്വാസമാണ്. വാഗ്ദേവത, അതായത് എല്ലാ ഇതും ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ്. ആ സൃഷ്ടികർത്താവിൻ്റെ ഭാര്യയായ സരസ്വതി ദേവിയാണ് നമ്മൾക്ക് വാക്ക്, നമ്മളുടെ കല, നമ്മളുടെ എല്ലാം തരുന്ന വാഗ്ദേവതയായ സരസ്വതി ദേവി. പിന്നെയോ കർമ്മം ചെയ്യാൻ പ്രാപ്തയാക്കുന്ന ദുർഗാദേവി, പാർവതീദേവി, അത് ശിവഭഗവാന്റെ ഭാര്യ. അപ്പം ത്രിമൂർത്തികൾ, ത്രിദേവിമാർ. അപ്പം നമുക്ക് അപ്പോഴും 3 തന്നെ. ത്രിലോകങ്ങൾ, ഭൂമിയും പാതാളവും സ്വർഗവും, അങ്ങനെ 3 ലോകങ്ങളുണ്ട്. അപ്പോൾ 3 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഇനി നമ്മൾ കാണാത്ത, ഇപ്പം ഞാൻ പറയാത്ത എത്രയോ ഭാവങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരവരുടെ അറിവിൽ വെച്ചുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം 3 എന്ന സംഖ്യയെ ഞാൻ ഇവിടെ ത്രിമൂർത്തികൾ, ത്രിപുരങ്ങൾ, ത്രിദേവിമാർ എന്നുള്ള ഒരു സങ്കല്പം വെച്ചെടുക്കുന്നു. ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം, ആകാശവും ഭൂമിയും പാതാളവും അങ്ങനെയും എടുക്കാം. അല്ലെങ്കിൽ ആകാശം, ഭൂമി, സമുദ്രം അങ്ങനെയും എടുക്കാം. എന്തായാലും അങ്ങനെ എടുത്തു. പ്രപഞ്ചത്തെ നമ്മളിങ്ങനെ എടുത്തു. ഇനി നമുക്ക് എന്താണ് 6 എന്ന് പറഞ്ഞാൽ ഷഡ്ഭാവങ്ങൾ, 6 ഗുണങ്ങൾ, 6 ചക്ര, 6 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഗുണവുമാവാം, അത് അധികമായാൽ അത് ദോഷത്തിൻ്റെ തലത്തിലേക്കും പോവാം. ഷഡ്ഭാവങ്ങൾ എന്നാണ് പറയുക. ഏതാണ്? കാമം, എന്തും ആഗ്രഹം. കാമം എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം, ഒരിഷ്ടം. ക്രോധം, ദേഷ്യം, അതിൻ്റെ പരമോന്നതത്തിലെത്തുമ്പോൾ അത് ക്രോധമായി.
ക്രോധം. മോഹം, ചെറിയ ചെറിയ മോഹം. ലോഭം, അത്യാഗ്രഹം. കാമവും ലോഭവും മോഹവും കൂടെ ചേരുമ്പോഴത്തേക്കും അത് അത്യാഗ്രഹമായി. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. മറ്റുള്ളതൊക്കെ തട്ടിയെടുക്കണമെന്നുള്ള മതം. ഒരു പറയില്ലേ, എന്നെ കവിഞ്ഞാരുമില്ല എന്നുള്ള അഹങ്കാരഭാവത്തിനാണ് മതം. പിന്നെ മത്സര്യം, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ മത്സരിക്കുക. വേണ്ട മത്സരങ്ങളായിക്കോട്ടെ, എപ്പോഴും മത്സരങ്ങൾ നല്ലതാണ്. പക്ഷെ അത് നല്ല കാര്യങ്ങൾക്ക്. മത്സരങ്ങൾ ഒരിക്കലും നശിക്കാൻ പാടില്ല. മത്സരങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ 6 ഗുണങ്ങളും മനുഷ്യന് ആവശ്യമാണ്. അതതിൻ്റെ അതിരുകൾ ലംഘിക്കുമ്പോഴാണ് ഇതെല്ലാം ദോഷമാകുന്നത്. അതുപോലെ മുരുകൻ എന്നാൽ സുബ്രഹ്മണ്യ സ്വാമി, ശിവഭഗവാന്റെ പുത്രനായ മുരുകൻ, സ്കന്ദൻ, 6 മുഖനാണ്. ഭഗവാൻ 6 വീടുകളാണുള്ളത്. തിരുപ്പറംകുണ്ടമായിക്കോട്ടെ, തിരുത്തണി ആയിക്കോട്ടെ, തിരുച്ചെന്തൂരായിക്കോട്ടെ, പഴനിമലയായിക്കോട്ടെ, അതുപോലെ സ്വാമിമലയായിക്കോട്ടെ, പഴമുതിർച്ചോല, 6 ഗ്രഹങ്ങൾ. ശിവഭഗവാന്റെ 6ാമത്തെ ഭാവമാണ് മുരുകൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ആർക്കും വിളിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ആര് വിളിച്ചാലും ഓടി വന്ന് സഹായങ്ങൾ നൽകുന്ന 6ാമത്തെ ഭാവം മുരുകൻ, അല്ലെങ്കിൽ സ്കന്ദൻ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി. പിന്നെ ഋതുക്കൾ 6, ശരത്ത്, ഹേമ, അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പറയാം. അപ്പം പൊതുവെ 6 എന്ന സംഖ്യയ്ക്ക് ഷഡ്കോണുകൾ, ഒരു ത്രികോണത്തെ വീണ്ടും ഒരു ത്രികോണം കൊണ്ടുവയ്ക്കുമ്പോൾ 6 കോണുകൾ വരും. 6 കോണുകൾക്കും 6 സത്യങ്ങളാണുള്ളത്. ഷഡ്ചക്രങ്ങൾ, അതുകൾ കോണുകൾ വരുമ്പോൾ നമുക്ക് അവിടുന്ന് ഷഡ്കോണുകളിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ വരികയാണ്. അപ്പം 6 എന്ന സംഖ്യയ്ക്ക്, ഷഡ്ഭാവങ്ങൾക്ക്, ഷഡ്കോണുകൾക്ക്, ഷഡ് എന്ന പദത്തിന് ഷഡ്പദങ്ങൾ, അങ്ങനെ ഷഡ്മുഖങ്ങൾ ഇവയ്ക്കൊക്കെ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ദൈവികമായിട്ടൊരു ബന്ധമുണ്ട്. 3ൻ്റെ കൂടെ 3 കൂട്ടിയ ത്രിമൂർത്തികളും ത്രിദേവിമാരും കൂടെ ചേർന്ന 6 എന്ന ആ ഭാവവും എടുക്കാം. ഇനിയോ 9 എന്ന സംഖ്യയ്ക്ക്, അപ്പം 6 എന്ന സംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ഇനി 9 എന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നവരസങ്ങൾ, ഗ്രഹങ്ങൾ 9ആണ്. നവഭാവങ്ങളാണുള്ളത്. നവമി ഭയങ്കര പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നവമി. നവരാത്രികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം നവരാത്രിയുടെ ആ അവസാന രാത്രി, അതായത് പിറ്റേ ദിവസം വിജയത്തിലേക്ക് കടക്കുന്ന ആ ദിവസം. അപ്പം നവരാത്രികൾ, നവം എന്ന് പറഞ്ഞാൽ പുതിയത് നൽകുന്ന അത്. അപ്പം 9 എന്ന സംഖ്യയ്ക്ക് നവഗ്രഹങ്ങൾ നമുക്കറിയാം, 9 ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ 9 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് അർത്ഥവും ഭാവവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഏത് സംഖ്യ എടുത്താലും, ഇനി 1 എടുത്താൽ 1നും ഇതുപോലെ നമുക്ക് പറയാനുണ്ടാവും, 2നും 3നും 5നും 10നും ഒക്കെ ഓരോ സംഖ്യയ്ക്കും നമുക്കിതുപോലെ കണക്ട് ചെയ്ത് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ 3, 6, 9 എന്ന സംഖ്യയുടെ മാജിക്കൽ നമ്പേഴ്സ് എന്നാണ് പറയുക. ഈ മാജിക് എന്താണ്? ഈ സംഖ്യകളുടെ മാജിക് എന്താണ്? ഇത് മാനിഫെസ്റ്റേഷനാണ്. നമ്മളുടെ ഒരു വിശ്വാസം, നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചൊരു കാര്യം ഉറപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് മുതൽ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. നമുക്ക് ഏത് ദിവസമായാലും നമ്മൾ മനസ്സിൽ ഒരു കാര്യം തീരുമാനിക്കുക, ദൃശ്യവൽക്കരിക്കുക. ആവശ്യങ്ങളില്ലാത്ത ഒരാളുമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആവശ്യമെങ്കിലും ഉണ്ട്. ആരോട് പറഞ്ഞാൽ സാധിക്കും? എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ, വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ എങ്ങനെ കാര്യം സാധിച്ചെടുക്കാം? പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പ്രയാസമാണ്. അപ്പം അതിന് ആശ്രയിക്കാവുന്ന എളുപ്പ വഴികളിൽ ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, മാനിഫെസ്റ്റേഷനാണ്. അപ്പം നമുക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത്, ഒരു കാര്യം മാത്രം എടുക്കുക, വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. വിശ്വാസമുള്ളവരൊക്കെ ഇതൊക്കെ തട്ടിപ്പാണ്, ഇത് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കണ്ടിട്ട് പോക്കോ, പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. ആവശ്യമുള്ളവർ മാത്രം.
എൻ്റെ ഈ ആവശ്യം നടന്നേ തീരൂ, അധികം പണച്ചിലവില്ലാതെ എനിക്ക് തന്നെ രക്ഷപ്പെടാൻ ഉള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ ചെയ്യാം. അതുപോലെ ഓരോരുത്തർക്കും തോന്നിയാൽ അവർ ചെയ്യുക. ഒരുപാട് പേർ ചെയ്ത് വിജയിച്ച കാര്യമാണ്. ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. എന്നും ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ എഴുതുന്നത്. ഇപ്പം 5×55 5 ദിവസം 55 പ്രാവശ്യം എഴുതിയ ബുക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ. അതിൻ്റെ തുടർച്ച എന്ന് പോലെ ഷട്ട്കോൺ വരച്ചിട്ട് അമ്മനാരായണ എഴുതിയ ബുക്ക് ഇരിപ്പുണ്ടല്ലേ, പേപ്പർ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മൾ ആ ബുക്ക് എടുത്തു. ആ ബുക്കിൽ വലത്തെ കൈ കൊണ്ട് എഴുതുന്നതിനേക്കാൾ ഇതാണത്രേ ഇടത്തെ കൈ കൊണ്ട് എഴുതിയാൽ എന്നാ പറഞ്ഞ. കാരണം ഇടത്തെ കൈ കൊണ്ട് എഴുതണമെങ്കിൽ ശരിക്കും നല്ല ശ്രദ്ധ വേണം. വലത്തെ കൈ കൊണ്ട് നമുക്ക് പലതും ചിന്തിച്ചുകൊണ്ട് എഴുതാം. ഇടത്തെ കൈ കൊണ്ട് എഴുതുമ്പോൾ അക്ഷരം അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും നമ്മൾക്ക് നടക്കേണ്ട കാര്യം എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അത് 3 മണിക്കും 6 മണിക്കും 9 മണിക്കും ഒരേ ഒരു ദിവസം 3 മണിക്ക് 6 മണിക്ക് 9 മണിക്ക് എഴുതുക. 3 മണിക്ക് എഴുതുമ്പോൾ അത് പുലർച്ചെ 3 മണി ആയിക്കോട്ടെ, വൈകിട്ട് 3 മണി ആയിക്കോട്ടെ, 3 പ്രാവശ്യം നമ്മളുടെ ഉദ്ദേശിച്ച ആഗ്രഹം എന്താണോ ആ ആവശ്യം 3 പ്രാവശ്യം നടന്നു കഴിഞ്ഞതായി ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നു. അത് ത്രിമൂർത്തികളായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ചോറ്റാനിക്കരമ്മയായിക്കോട്ടെ, മൂകാംബിക ദേവി ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ എക്സ് ഓർ വൈ ആരെങ്കിലും ഒരാൾ നമ്മളുടെ ഈ ആഗ്രഹം സാധിച്ച് തന്നത്. അത് പ്രപഞ്ചമായിക്കോട്ടെ, യൂണിവേഴ്സ് ആയിക്കോട്ടെ, അപ്പം ആരായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കയ്യാലപ്പുറത്തിരിക്കുന്ന നാളികേരം പോലെ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം എന്നുള്ളൊരവസ്ഥയിലിരിക്കുക. അപ്പം ഞാൻ എഴുതാൻ പോണത്, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി, എനിക്ക് പൂർണ്ണ ആരോഗ്യം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരണ്ടേ, ഈ ഒരു വീഡിയോ അല്ലല്ലോ, ഇനിയും കുറേ വീഡിയോകളായിട്ട് വരണമെന്ന് എൻ്റെ മോഹവും എൻ്റെ ആഗ്രഹവുമാണ്. അപ്പം ഞാൻ എഴുതാൻ പോകുന്നത് എന്താണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി, എൻ്റെ ആരോഗ്യം പൂർണ്ണമായി, അല്ലെങ്കിൽ ഞാൻ സുഖം പ്രാപിച്ചു. അസുഖം മാറി എന്നുള്ളതിന് പകരം അസുഖം എന്ന വാക്ക്, നെഗറ്റീവ് വാക്കുകളൊന്നും എഴുതുന്നില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് എഴുതും. അങ്ങനെ 3 പ്രാവശ്യം പുലർച്ചെ 3 മണിക്ക്. ഞാൻ ഇന്ന് 3 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ രാത്രിയിൽ ഒരു 8 മണി 9 മണിക്ക് അപ്പുറം ഒരു സമയം ഞാൻ കാണാറില്ല കേട്ടോ. അപ്പം എന്നെപ്പോലെ നിങ്ങളൊന്നും ആവണ്ട. പിന്നെ 65 വയസ്സൊക്കെ കഴിഞ്ഞ ഉറക്കമൊക്കെ കുറയും, 66 കഴിഞ്ഞു. അതുപോലെയല്ല, നിങ്ങൾക്ക് പറ്റിയ സമയം രാവിലെ 3 മണിയാവാം, ബ്രഹ്മമുഹൂർത്തത്തിലെ 3 മണിയാവാം, പുലർച്ചെ 6 മണിയാവാം, ഉച്ചയ്ക്ക് വൈകുന്നേരമുള്ള രാവിലെ തന്നെയുള്ള 9 മണിയാവാം. ഇനി രാവിലെ ഉള്ള 6 മണിയും രാവിലെയുള്ള 9 മണിയും ഉച്ചയ്ക്കുള്ള 3 മണിയും ആകാമെന്ന് പറഞ്ഞാൽ അതിത്തിരി ബുദ്ധിമുട്ടാണ്. ആദ്യം 3 പ്രാവശ്യം എഴുതുന്നതാണ് നമ്മൾ എത്ര മൂർത്തികളെ, എത്ര ദേവിമാരെ, എത്ര ലോകങ്ങളെ മനസ്സിൽ കണ്ട് നമ്മളുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ 3 പ്രാവശ്യം ആ ആഗ്രഹം എഴുതുന്നു. നടക്കട്ടെ, നടന്നു എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസമാണ് എല്ലാം. എഴുതി 3 പ്രാവശ്യം എഴുതി, ബുക്ക് അടച്ചു വെച്ചു. എഴുതുന്നതിന് മുമ്പേ മനസ്സിൽ ആ കാര്യം നടക്കുന്നതായിട്ട്, പൂർണ്ണ ആരോഗ്യം നേടിയതായിട്ട്, എനിക്ക് എൻ്റെ സമ്പത്ത്, എനിക്കിങ്ങനെ ധാരാളം ധനം വന്നു ചേർന്നു. ബാധ്യതകൾ തീർന്നു എന്നല്ല, ധനം വന്നു ചേർന്നു. നമുക്ക് കടം വീട്ടിയാൽ പോരെ, ഇനിയും ജീവിക്കണ്ടേ, ഇനിയും കടം മേടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് കടം തീർന്നു എന്ന് എഴുതണ്ട, ധനം, ആവശ്യത്തിന് ധനം വന്നു ചേർന്നു. ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും ധനം വന്നു ചേർന്നു, ആഗ്രഹിക്കുന്ന അത്രയും സ്വർണം വാങ്ങാൻ കഴിഞ്ഞു. എല്ലാ ബന്ധങ്ങളും, ഭർത്താവുമായി നല്ല സ്നേഹത്തിലായി, എൻ്റെ പ്രണയിതാവുമായി ഞാൻ നല്ല സ്നേഹത്തിലായി, എൻ്റെ കുട്ടികളുമായി നല്ല സ്നേഹത്തിലായി. എന്ത് വേണമെങ്കിലും, എൻ്റെ രാഷ്ട്രീയ രംഗം വളരെ ശോഭനമായി, എൻ്റെ കരിയർ വളരെ ശോഭനമായി, എനിക്ക് നന്നായി എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ തലങ്ങളിൽ നിന്നുകൊണ്ട്
3 പ്രാവശ്യം ആ ഇടത് കൈ കൊണ്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വേണമെങ്കിൽ വലത്തെ കൈ കൊണ്ട് എഴുതിക്കോ. കാരണം ഇത്തിരി സമയം ഭർത്താവും കുട്ടികളും ഒക്കെ അറിയാതെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ആരും കാണാതെയൊക്കെ എഴുതുമ്പോൾ ഈ നമുക്ക് ഇടത്തെ കൊണ്ട് എഴുതി തീരുമില്ല. അതുമല്ല അത് തെറ്റുമൊക്കെ വന്നാലോ. അപ്പം തീർച്ചയായിട്ടും സൗകര്യമുള്ള സമയത്ത്, സൗകര്യമുള്ളപ്പോൾ ഞായറാഴ്ച ദിവസം മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് എഴുതാൻ ശ്രമിക്കൂ. 3 മണിക്ക് എഴുതിയ അതേ കാര്യം 6 മണിക്ക് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ത്രിമൂർത്തികൾ അനുഗ്രഹിച്ച് ആ ആഗ്രഹം സാധിച്ചു തരുമ്പോൾ ഷൺമുഖൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവണം. ഷഡ്ഭാവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം, ഷഡ്കോണുകളുടെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ 6 പ്രാവശ്യം നമ്മൾ ഷഡ്ഭാവങ്ങൾ പറഞ്ഞില്ലേ, അത് നമ്മൾ 6 പ്രാവശ്യം എഴുതി. 3 മണിക്ക് കൃത്യം, 6 മണിക്ക് കൃത്യം. അതേ കാര്യം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്ഷരം പോലും മാറാൻ പാടില്ല. 9 മണിക്ക് വീണ്ടും. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് 3 മണിക്കും 6 മണിക്കും 9 മണിക്കും ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയമാണ്. ഓഫീസിലെ സ്കൂളിലൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാകും. പക്ഷെ 3 മണി തൊട്ടൊക്കെ ഒരു ചെറിയ ടീ ബ്രേക്കൊക്കെ തരുന്ന സമയത്ത് ഒരു ആദ്യം ഒന്ന് മനസ്സിലൊന്ന് കണ്ടെത്തി, അത് ഞായറാഴ്ചയോ നമ്മുടെ അവധി ദിവസം എപ്പോഴാണോ ആ അവധി ദിവസം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് കുളിച്ച് കുറിയൊക്കെ വരച്ചൊന്നും വേണ്ട. ഈ യൂണിവേഴ്സ് ഈസ് ഓപ്പൺ. യൂണിവേഴ്സ് ഇങ്ങനെ ആർക്കും എന്തും തരാൻ പ്രപഞ്ചം കാത്തു നിൽക്കുകയാണ്. ഇഷ്ടം പോലെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ, എന്താ ഇല്ലാത്ത. പക്ഷെ ചോദിക്കണം, ചോദിച്ചാൽ തരാൻ തയ്യാറായി നിൽക്കുമാണ്. അപ്പം നമ്മൾ ചോദിക്കേണ്ട പോലെ 3 പ്രാവശ്യവും 6 പ്രാവശ്യവും 9 പ്രാവശ്യവും ഒരേ ദിവസം തന്നെ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത്, ഒരു മാജിക്കൽ നമ്പേഴ്സിൻ്റെ ആ സമയത്ത്, ഒരു പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാജിക്കലായ ആ സമയത്ത് എഴുതുമ്പോൾ ഒരു അത്ഭുതം പോലെ, ഒരു മഹാത്ഭുതം പോലെ നമ്മുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കും. പക്ഷേ ഒരു ദിവസം പോരാ. ഒരു ദിവസം ഇത് 3 മണിക്കും 6 മണിക്കും 9 മണിക്കും എഴുതുക. ഇങ്ങനെ 3 പ്രാവശ്യം എഴുതണം. ഒരു ദിവസം എഴുതി പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടായാലും മതി. 3-ാമത്തെ ദിവസം, 1-ാം ദിവസം കഴിഞ്ഞ് പിന്നെ 2 ദിവസം എഴുതണ്ട. പിന്നെ വീണ്ടും 3-ാമത്തെ ദിവസം എഴുതുക. അത് 3 ടൈംസ് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ടൊരു 3 പ്രാവശ്യം, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടൊരു 3 പ്രാവശ്യം. അപ്പം 3, 6, 9 എന്നുള്ളത് നമ്മൾ ഒരു ദിവസം 3, 6, 9 എഴുതി. രണ്ടാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ ടൈമിൽ 3, 6, 9 എഴുതി. 3-ാമത്തെ ടൈമിൽ 3, 6, 9 എഴുതി. അപ്പം 9 പ്രാവശ്യം ആദ്യം, പിന്നെ 18 പ്രാവശ്യം, പിന്നെ 27 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിക്കേ, 18 പ്രാവശ്യം, 27 പ്രാവശ്യം, 9 പ്രാവശ്യം. 9, 18, 27. 3, 6, 9, 9, 18, 27. അപ്പോഴെപ്പോഴാ എല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 9. 9 എന്ന് പറഞ്ഞാൽ ലക്ക്, ഭാഗ്യം, സൗഭാഗ്യം, എല്ലാ അനുഗ്രഹവും കിട്ടുന്നത് 9-ാം ഭാവത്തിലാണ്, ഭാഗ്യത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയ ഒരു ദിവസം തിരഞ്ഞെടുക്കൂ. ഒരു നോട്ട് ബുക്കും പേനയും എടുത്തു വയ്ക്കൂ. ഏത് മഷി ആയിക്കോട്ടെ, വരയിട്ട ബുക്കായിക്കോട്ടെ, വരയിടാത്ത ബുക്കായിക്കോട്ടെ, 3 പ്രാവശ്യം നമ്പരൊന്നും ഇട്ട് വയ്ക്കണ്ട. 3 പ്രാവശ്യം എഴുതി തീർക്കുക. ഇനി ഒറ്റ വരിയിൽ തന്നെ എഴുതി തീർക്കണമെന്നൊന്നുമില്ല. ഇനി വലിയ ആവശ്യമാണെങ്കിൽ വലിയ ആവശ്യം എഴുതിക്കോ. അത് ഒറ്റ വരിയിൽ തന്നെ എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം 3 പ്രാവശ്യം എഴുതൂ. അന്നേ ദിവസം തന്നെ 6 മണിക്ക് വീണ്ടും എഴുതൂ. 6 പ്രാവശ്യം എഴുതൂ. 9 മണിക്ക് വീണ്ടും 9 പ്രാവശ്യം എഴുതൂ. തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. 3, 3ൻ്റെ ഇരട്ടി 6, 6ൻ്റെ 3ൻ്റെ 3 മടങ്ങ്, 3 6, 6ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 9. തിരിച്ചോ, 3, 6 പ്രാവശ്യം നമ്മൾ എഴുതി. 6, 3, 9, പിന്നെ 6 പ്രാവശ്യം 9 പ്രാവശ്യം എഴുതി. 9, 9, 18, അപ്പോഴും 9 തന്നെ. അപ്പോൾ തീർച്ചയായും എഴുതൂ. 3 തവണയായിട്ട് എഴുതൂ.
3 മണിക്കും 6 മണിക്കും 9 ദിവസവും 9 മണിക്കും അത് അടുപ്പിച്ച് 3 ദിവസം എഴുതിയെന്ന് വെച്ചിട്ടും ദോഷമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ള ശുഭമായ വിശേഷം വീഡിയോയിലൂടെയോ വാട്സപ്പിലൂടെയോ നടന്നില്ലെങ്കിൽ തെറി പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾ അറിയിച്ചോളൂ. അതൊന്നും കുഴപ്പമില്ല. വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. ഇനി എത്ര ചെറുത് പറഞ്ഞാൽ എന്താ, എത്ര ചീത്ത പറഞ്ഞാൽ എന്താ, ടീച്ചർക്ക് എല്ലാം സന്തോഷമാണ്. എന്തായാലും എഴുതിയിട്ടല്ലേ, പ്രപഞ്ചമല്ലേ തരുന്നത്, ടീച്ചറമ്മയല്ലല്ലോ. അപ്പം പ്രപഞ്ചം നിങ്ങളുടെ ആവശ്യം നടത്തിത്തരും എന്നുള്ള അഭിമാനത്തോടുകൂടി എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് തന്നെ വിശ്വസിച്ചെഴുതൂ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.